ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലേക്ക് വരുമ്പോൾ ഒരുപാട് ക്ലബ്ബുകൾ ഒരു സ്ട്രൈക്കറിന് വേണ്ടിയുള്ള ഹണ്ടിലാണ്. ഇപ്പോൾ നമുക്കറിയാം മാൻ യുണൈറ്റഡ്, ചെൽസി, ആഴ്സണൽ, ലിവർപൂൾ ഡാർവിൻ ന്യൂനസിന് വിൽക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്കൊരു സ്ട്രൈക്കറെ വേണ്ടി വരും. മേ ബി ബാർസലോണ, അതുപോലെ തന്നെ റയൽ മാഡ്രിഡ്, അവർക്കൊരു ഔട്ട് ആൻഡ് ഔട്ട് നമ്പർ 9 ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവരും മാർക്കറ്റിലേക്ക് വന്നേക്കാം ഒരു പ്ലാൻ ബി ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ഒരു സ്ട്രൈക്കർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും സ്ട്രൈക്കർ മാർക്കറ്റിലേക്ക് നോക്കി കഴിയുമ്പോൾ അത്രയധികം അടിപൊളി താരങ്ങളില്ല, എന്നാലും കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓവറോൾ ഈ താരങ്ങളുടെ ആട്രിബ്യൂട്ട്സ് ഒക്കെ വെച്ച് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സ്ട്രൈക്കർമാരെ പറ്റി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ, അപ്പോൾ ഈ താരങ്ങൾ നിങ്ങളുടെ ക്ലബിന് സൂട്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഈ വീഡിയോയിൽ നിന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായേക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോരുത്തരായിട്ട് നോക്കാം. അപ്പോൾ നമ്പർ 1 വിക്ടർ ഗോയ്ക്കീറസ്. ഒത്തിരി ക്ലബ്ബുകൾ നോട്ടമിട്ടിട്ടുള്ളൊരു പ്ലെയറാണ്. അതല്ലെങ്കിൽ എപ്പോഴും എസ്പെഷ്യലി റൊമാനോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു പ്ലെയറാണ്. ഇപ്പോൾ നമുക്കറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വ്ലാഹോവിച്ച് ഫിയോറന്റീനയിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്ഥിരം നമ്മൾ റൊമാനോ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് വ്ലാഹോവിച്ച്. അതിനുശേഷമാണ് യുവൻറ്റസ് സൈൻ ചെയ്തത്. അങ്ങോട്ട് പോയതിന് ശേഷം പിന്നെ അത്ര അധികം കേട്ടിട്ടുള്ളൊരു പ്ലെയർ അല്ല. ആ ഒരു സമയത്ത് ഹാരിക്കെയിനായി, ഫ്യൂച്ചർ ഹാരിക്കെയിനൊക്കെ ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് വ്ലാഹോവിച്ച്. പിന്നീട് ആ ഒരു ഹൈപ്പിലേക്ക് അല്ലെങ്കിൽ എക്സ്പെക്ടേഷനിലേക്ക് മീറ്റ് ചെയ്യാനായിട്ട് വ്ലാഹോവിച്ചിന് സാധിച്ചിട്ടില്ല. അപ്പോൾ അതുപോലെ എന്ന് പറയുന്ന പോലെ സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷനാണ് ഈ ഗോയ്ക്കീറസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു അടിപൊളി സെലിബ്രേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ആളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഔട്ട്പുട്ടൊക്കെയാണ് ഈ ഹൈപ്പിൻ്റെ പിന്നിലുള്ള വലിയൊരു റീസൺ. ഇപ്പം എന്താണ് ആളുടെ മെയിൻ ആട്രിബ്യൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും സ്ട്രെങ്ത്തും അതുപോലെ തന്നെ ഫിനിഷിംഗ് ആണ്. വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള പ്ലെയറാണ്. എക്സ്പ്ലോസീവ് റൺസ് ഒക്കെ നടത്തുന്ന, ഒത്തിരി റൺസ് ഇൻ ബിഹൈൻഡ് ഒക്കെ നടത്തുന്ന ഒരു പ്ലെയറാണ്. ഇപ്പോൾ മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോയ്ക്കീറസ് ഒരു ലെഫ്റ്റ് സൈഡഡ് പ്ലെയറാണ്. ആൾ സ്ട്രൈക്കർ ആണെങ്കിൽ പോലും ലെഫ്റ്റിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് അവിടെ നിന്ന് ഡ്രിബിൾ ചെയ്യാനൊക്കെ ശ്രമിച്ച് അല്ലെങ്കിൽ ടേക്ക് ഓണൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു പ്ലെയറാണ്. പക്ഷേ ആളുടെ ഏറ്റവും വലിയൊരു വീക്ക്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയലി അത്ര മികച്ച താരമല്ല എന്നുള്ളതാണ്. അത്ര മികച്ചതല്ല, ഒട്ടും മികച്ച താരമല്ല, ഒട്ടും ഏരിയൽ ബോൾസ് വിൻ ചെയ്യുന്ന ഒരു പ്ലെയറല്ല. അപ്പോൾ നിങ്ങളുടെ ടീമിന് ഒരു ഏരിയൽ ബോളൊക്കെ വിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, എതിർ ടീം ഡിഫെൻസീവായിട്ട് കളിക്കുമ്പോൾ ബോക്സിലെ സ്ട്രൈക്കറിനെ ലക്ഷ്യമാക്കി ക്രോസുകളൊക്കെ ഇടുന്നൊരു ടീമാണെങ്കിൽ പ്രത്യേകിച്ച് ഗുണം ഗോയ്ക്കീറസിനെ കൊണ്ട് ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഗോയ്ക്കീറസിൻ്റെ ഏറ്റവും വലിയൊരു വീക്ക്നെസ് എന്ന് പറയുന്നത്. അതല്ലാതെ ആളുടെ ഫിറ്റ്നസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോർച്ചുഗീസ് ലീഗാണ് എന്നുള്ളതാണ്. പോർച്ചുഗീസ് ലീഗിലെ ഔട്ട്പുട്ട് വേറെ ലീഗിൽ പോയി കഴിഞ്ഞാൽ കിട്ടണമെന്ന് ഉറപ്പൊന്നുമില്ല. ഇപ്പോൾ ഗോയ്ക്കീറസിൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ഈ സീസണിൽ തന്നെ 12 ഗോളോളം പെനാൽറ്റി അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഏതെങ്കിലും ഒരു ടോപ്പ് ടീമിന് ഒരു സീസണിൽ 12 പെനാൽറ്റി നമുക്ക് ഓവറോൾ കിട്ടാറുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സംശയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന ഒരു പ്ലെയർ അല്ല ഗോയ്ക്കീറസ് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അതുപോലെ മൂവിങ് ഓൺ, നെക്സ്റ്റ് പറയാനുള്ളത് വിക്ടർ ഓഷിമനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഓഷിമനെ പറ്റി പറയുകയാണെങ്കിൽ ആളൊരു ഫോക്സ് ഇൻ ദി ബോക്സ് സ്ട്രൈക്കറാണ്. ഹാലൻഡിനെ പോലത്തെ ഒരു പ്ലെയറാണ്. അത്രയധികം വന്ന് ഈ ബിൽഡപ്പ് പ്ലെയറൊന്നും ഇൻവോൾവ് ആവുന്ന ഒരാളെ അല്ല. ഒരു പോച്ചർ എന്നുള്ള രീതിയിൽ അകത്തേക്ക് ബോൾ ഇട്ട് കഴിഞ്ഞാൽ അടിച്ചോളും, ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ള പ്ലെയറാണ്. അപ്പോൾ ഗോയ്ക്കീറസിന് നേരെ ഓപ്പോസിറ്റാണ്. ഏരിയയിൽ നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഹീസ് എലിറ്റ്. ഹാലൻഡിനേക്കാളും ബെറ്ററാണ് ഏരിയയിൽ നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ. ഒത്തിരി ഏരിയൽ ബോൾസ് വിൻ ചെയ്യുന്നൊരു പ്ലെയറാണ്. പക്ഷേ ഡീപ്പിലേക്ക് ഡ്രോപ്പ് ചെയ്യുക, മികച്ച ലിങ്കപ്പ് പ്ലേ, ഇതൊക്കെയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഓഷിമാനെ നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അങ്ങനത്തെ ഒരു പ്ലെയർ അല്ല ഓഷിമാൻ. പിന്നെ ഈ പറയുന്ന തന്നെ ആൾ ഭയങ്കര എക്സ്പ്ലോസീവ് ആണ്, റൺസ് ഇൻ ബിഹൈൻഡൊക്കെ നിർത്തും, പിന്നെ സ്പേഷ്യൽ അവയർനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സ്ട്രൈക്കർക്ക് വേണ്ട എല്ലാവിധ ആട്രിബ്യൂട്ടും, ഹാലൻഡിനെ പോലത്തെ ഒരു സ്ട്രൈക്കർക്ക് വേണ്ട ആട്രിബ്യൂട്ടൊക്കെ ഉണ്ട്. പിന്നെ ആളുടെ ഇഞ്ചുറി റെക്കോർഡ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഹാംസ്ട്രിങ് ഇഞ്ചുറി മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ചെറിയ കൺസേൺ ആണ്. അതല്ലാതെ പല ലീഗുകളിലും പോയി കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. സീരിയയിൽ പോയി കഴിവ് തെളിയിച്ചതാണ്, നാപ്പോളിക്ക് വേണ്ടി ലീഗ് നേടി കൊടുത്തതാണ്. അതുപോലെ തന്നെ ലീഗ് 1 നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ടർക്കിഷ് ലീഗിൽ പോയിട്ട് ഇപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതാണ് ഓഷിമൻ്റെ കാര്യം. മൂവിങ് ഓൺ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലക്സാണ്ടർ ഇസാക്കാണ്. ഇസാക്കിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. കാരണം ന്യൂകാസിൽ 3 ഇയർ കോൺട്രാക്റ്റ് ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ചോദിക്കുന്ന പൈസ കൊടുക്കേണ്ടി വരും. ഒരു 150 മില്യണൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീശാനുണ്ടെങ്കിൽ അലക്സാണ്ടർ ഇസാക്കിനെ സ്വന്തമാക്കാൻ പറ്റുമായിരിക്കും ന്യൂകാസിൽ സമ്മതിക്കുകയാണെങ്കിൽ. അതല്ലെങ്കിൽ പിന്നെ പ്ലെയർ സ്ട്രൈക്കിനൊക്കെ പോകേണ്ടി വരും, ആ രീതിയിലേക്ക് മാറേണ്ടി വരും. എന്നാൽ മാത്രമേ കിട്ടുള്ളൂ. ആളുടെ കേപ്പബിലിറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലീത്തൽ സ്ട്രൈക്കറാണ്. പ്രത്യേകിച്ച് ഒരു വീക്ക്നെസ്സും ഇല്ല. ഒരു പെർഫെക്റ്റ് മോഡേൺ ഡേ സ്ട്രൈക്കറാണ് ശരിക്കും പറഞ്ഞാൽ ന്യൂകാസിൻ്റെ കയ്യിലുള്ളത്. വിങ്ങറായിട്ട് റൊട്ടേറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഡീപ്പിലേക്ക് വന്ന് ലിങ്കപ്പ് പ്ലേയിലും ഇതിലൊക്കെ ഇൻവോൾവ് ആവും. ആൾ ടേക്ക് ഓൺ ചെയ്യും, അതുപോലെ തന്നെ മൂവ്മെൻറ്റ്, പിന്നെ ഡിഫിക്കൽട്ട് സ്പേസിൽ നിന്നൊക്കെ പുള്ളി അടിച്ച് കയറ്റും. അപ്പോൾ അങ്ങനെ മാത്രമല്ല, പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂകാസിൽ 70 വർഷങ്ങൾക്ക് ശേഷം ഒരു ട്രോഫി നേടിക്കൊടുത്ത
ഗോളടിച്ച ഒരു പ്ലെയർ ആണെന്നുള്ളതാണ്. അപ്പോൾ ഒരു വിന്നറായും ആൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 സീസണുകളിലെ പ്രീമിയർ ലീഗിലെ ഔട്ട്പുട്ട് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ 30 മത്സരങ്ങൾ 21 ഗോൾ, ഈ സീസണിൽ ഇതുവരെ 30 മത്സരങ്ങൾ 21 ഗോൾ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ സീസണിലേക്കാളും ബെറ്റർ ആയിട്ടാണ് ആൾ ഈ സീസണിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടാൻ എളുപ്പമല്ല, പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ ഏതൊരു ടീമിനും മുതൽക്കൂട്ടാവാൻ പോകുന്ന ഒരു പ്ലെയറാണ്. അപ്പ് നെക്സ്റ്റ് ഡാർവിൻ ന്യൂനസ്. ഡാർവിൻ ന്യൂനസ് ലിവർപൂള് വിടാൻ പോവുകയാണ്. അപ്പോൾ 25 വയസ്സുള്ളൂ, ഏജന്റ് ഓഫ് കയോസ്. അപ്പോൾ ലിവർപൂൾ വന്നതിന് ശേഷം ആളുടെ ഔട്ട്പുട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിലൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സീസൺ 25 മത്സരങ്ങൾ 5 ഗോൾ 2 അസിസ്റ്റൊക്കെയാണ്. സ്ലോട്ട് അധികം പ്രിഫർ ചെയ്യുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ കഴിഞ്ഞ സീസണിൽ 11 ഗോളും 8 അസിസ്റ്റും നേടി, വിച്ച് ഈസ് ആക്ച്വലി ഗുഡ്. മെയിൻ കാര്യങ്ങളൊക്കെ അറിയാലോ, പേസ് ആൻഡ് സ്ട്രെങ്ത് ആണ്, അതുപോലെ തന്നെ ആളുടെ മൂവ്മെൻറ്റ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ മരിച്ച് ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കയോസ് സൃഷ്ടിക്കാൻ കേപ്പബിലിറ്റി ഉള്ള പ്ലെയറാണ്. പിന്നെ വീക്ക്നെസ് എന്താണെന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഡിസിഷൻ മേക്കിംഗ് ആണ് ഏറ്റവും വലിയൊരു വീക്ക്നെസ് എന്ന് പറയുന്നത്. ബോളിൽ ഒത്തിരി സമയം ഇപ്പോൾ ബോക്സിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ മോശം ഡിസിഷൻ എടുക്കും, അത് ഗോളായിട്ട് മാറില്ല. അതേസമയം ഇൻസ്റ്റിങ്ക്റ്റിൻ്റെ പുറത്ത് കളിക്കുകയാണെങ്കിൽ അത് ഗോളായിട്ട് മാറും. കിട്ടിക്കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ അത് ഗോളായിട്ട് മാറാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയറാണ്. ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള, നല്ല മൂവ്മെൻ്റ് ഉള്ള, ഒത്തിരി എലൈറ്റ് ക്വാളിറ്റീസൊക്കെ ഉള്ള പ്ലെയറാണ്. പക്ഷെ അതുപോലെ തന്നെ ഒത്തിരി വീക്ക്നെസ്സും ആൾക്കുണ്ട് എന്നുള്ളതാണ്. പക്ഷേ മേ ബി ഒരു ചെൽസി അല്ലെങ്കിൽ ആഴ്സണൽ പോലത്തെ ടീമിനൊക്കെ നോക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മിക്കവാറും വർക്കൗട്ട് ആവാൻ സാധ്യതയുള്ള പ്ലെയറാണ്. ഓൾറെഡി പ്രീമിയർ ലീഗിൽ കളിക്കുന്ന ഒരു പ്ലെയർ ആണെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും മൂവിങ് ഓൺ, അടുത്ത പ്ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൊനാഥൻ ഡേവിഡാണ്. ജൊനാഥൻ ഡേവിഡിനെ പറ്റി കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലും റൊമാനോ വന്നിട്ട് ജൊനാഥൻ ഡേവിഡ് അവൈലബിൾ ആണ്ട്ടാ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളൊരു കാര്യമാണ്. പക്ഷേ ആരും തന്നെ ഇതുവരെ ജൊനാഥൻ ഡേവിഡിനെ മേടിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ കാരണം എന്നുള്ള കാര്യം അറിയില്ല. ഇനി ആൾക്ക് എന്തെങ്കിലും പേഴ്സണൽ പ്രശ്നങ്ങളുണ്ടോ, ഇതുകൊണ്ടാണ് ക്ലബ്ബുകളൊന്നും ശ്രദ്ധിക്കാത്തെന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ആളുടെ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി വെരി ഗുഡ്. ഇപ്പോൾ ഈ സീസണിൽ 28 മത്സരങ്ങളിൽ ലീഗിൽ 16 ഗോളും 4 അസിസ്റ്റും അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിൽ 9 ഗോളുകൾ 14 മത്സരത്തിൽ നിന്ന് അടിച്ചിട്ടുണ്ട്, 4 അസിസ്റ്റ് നേടിയിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലുള്ള സ്റ്റാറ്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലും വളരെ വളരെ നല്ലതാണെന്നുള്ളതാണ്. അപ്പോൾ ഫ്രീ ഏജൻ്റായിട്ട് മേടിക്കാൻ ഏതെങ്കിലും ക്ലബ്ബിന് താല്പര്യം ഉണ്ടെങ്കിൽ സുഖമായിട്ട് കിട്ടുന്ന ഒരു പ്ലെയറാണ് ജൊനാഥൻ ഡേവിഡ്. കനേഡിയനാണ്, 25 വയസ്സുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം ഡേവിഡ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രീം ഈസ് ടു പ്ലേ ഫോർ ബാർസലോണ എന്നുള്ള കാര്യമാണ്. അപ്പോൾ ബാർസലോണ വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ ഏജൻ്റായിട്ട് നല്ലൊരു താരത്തെ കിട്ടും എന്നുള്ളതാണ്. ഹീ ഈസ് റൈറ്റ് ദെയർ. അപ്പോൾ എന്തായാലും മൂവിങ് ഓൺ, മറ്റൊരു പ്ലെയറിനെ പറ്റി മെൻഷൻ ചെയ്യാനുള്ളത് ഹ്യൂഗോ എക്കിറ്റിക്കയെ കുറിച്ചിട്ടാണ്. ഫ്രാങ്ക്ഫർട്ടിൻ്റെ പ്ലെയറാണ്, 22 വയസ്സുള്ളൂ. നെക്സ്റ്റ് അപ്പ് ആൻഡ് കമ്മിങ് താരമായിട്ടാണ് എക്കിറ്റിക്കയെ കാണുന്നത്. ഈ സീസണിൽ 29 മത്സരങ്ങളിൽ 14 ഗോളും 5 അസിസ്റ്റും ആണ്. ഇനി ആളുടെ കമ്പാരിസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസാക്കായിട്ട് ഒത്തിരി സിമിലാരിറ്റി ഉള്ള പ്ലെയർ ആണെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഇസാക്കിനെ പോലെ ലിങ്ക് പ്ലേയും അതുപോലെ തന്നെ വെഴ്സറ്റാലിറ്റിയും ഇതൊക്കെയുള്ള ഒരു പ്ലെയറാണ്. ഒരു ഇസാക്കിനെ പോലത്തെ ഒരു പ്ലെയർ നോക്കുകയാണെങ്കിൽ ഇസാക്കിനെ കിട്ടിയില്ലെങ്കിൽ സൈൻ ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലെയർ ആയിട്ടാണ് ടിക്കാനെ കാണുന്നത്. ഒരു ഫിനിഷ്ഡ് ആർട്ടിക്കിൾ അല്ല, ചിലപ്പോൾ കുറച്ച് ടൈം എടുത്തേക്കാം. ഒരു പൊട്ടൻഷ്യലുള്ള ഡെവലപ്പിംഗ് സ്റ്റേജിൽ ഇരിക്കുന്ന ഒരു പ്ലെയറാണ്. മേ ബി കുറച്ച് വർഷങ്ങൾ കൊണ്ട് ആൾ ഡെവലപ്പായി വന്നേക്കാം, പക്ഷേ ഇസാക്കിനെ പോലെ ആയേക്കാം എന്നാണ് പറയുന്നത്. അപ്പം എന്തായാലും മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, അടുത്തത് ലിയാം ഡെലാപ്പ്. 22 വയസ്സ്, 30 മില്യൻ്റെ റിലീസ് ക്ലോസ് ഒക്കെ ഓൾറെഡി ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം ഇപ്സ്വിച്ച് റെലിഗേറ്റ് ആകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ക്ലബ്ബുകൾക്ക് പറ്റും. ഭയങ്കര ഫിസിക്കൽ പ്രസൻസ് ഉള്ള പ്ലെയറാണ്. ലിങ്ക് അപ്പ് പ്ലേ ഉണ്ട്, ബോൾ ക്യാരിയിങ് ഉണ്ട്, അപ്പോൾ ഹെഡിങ് എബിലിറ്റി ഉണ്ട്. പല രീതിയിലുള്ള ഗോളുകൾ ഈ സീസണിൽ തന്നെ അടിച്ചു കൂട്ടിയിട്ടുള്ള പ്ലെയറാണ്. 32 മത്സരങ്ങളിൽ 12 ഗോൾ 2 അസിസ്റ്റും നേടാനായിട്ട് ലിയാം ഡെലാപ്പിന് സാധിച്ചിട്ടുണ്ട്. ഇപ്സ്വിച്ച് പോലൊരു ചെറിയ ടീമിന് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ കളിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഗുണങ്ങളും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ചെറിയ ടീമിൽ പോയി ഇത്ര ഔട്ട്പുട്ട് ഇട്ടുന്നുണ്ടല്ലോ, അതെൻ്റെ വലിയ കാര്യം. അതേസമയം തന്നെ നമുക്ക് ശരിക്കും വിലയിരുത്താൻ പറ്റില്ല. ഇപ്സ്വിച്ചിൽ അവർ ബ്രേക്കിലാണ് കളിക്കുന്നത്, കൗണ്ടർ അറ്റാക്കിലാണ് കളിക്കുന്നത്. ചിലപ്പോൾ എതിർ ടീമിൻ്റെ ഡിഫൻസിൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടാവും എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു വലിയ ക്ലബ്ബിലേക്ക് പോയി കഴിഞ്ഞാൽ അതേ പറഞ്ഞ പോലെ തന്നെ എതിർ ടീമുകൾ ചിലപ്പോൾ ബസ് പാർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അതൊക്കെ ഡെഡ് ലോക്കൊക്കെ ബ്രേക്ക് ചെയ്ത് ഗോൾ അടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അപ്പോൾ എന്തായാലും ഒരു അപ്പ് ആൻഡ് കമ്മിങ് പ്രോസ്പെക്റ്റ് ആണ്, ഒരു നെക്സ്റ്റ് സൂപ്പർ സ്റ്റാർ, ഭാവി ഇംഗ്ലണ്ട് നമ്പർ 9 ഒക്കെ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് 30 മില്യൺ ഏത് ക്ലബ്ബ് മേടിച്ചാലും വലിയ നഷ്ടമൊന്നും വരില്ല. വേണമെങ്കിൽ വെസ്റ്റ് ഹാമോ അതല്ലെങ്കിൽ ബാക്കി അല്ലറ ചില്ലറ ചെറിയ ടീമുകളൊക്കെ ഉണ്ടല്ലോ,
അവർക്കൊക്കെ മറച്ചു വെക്കാനും പറ്റും എന്നുള്ളതാണ്. നല്ലൊരു ബിസിനസ് ഡീലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ലിയാൻ ഡെലപ്പിനെ സൈൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏതൊരു ക്ലബിനും ഒരിക്കലും നഷ്ടം വരില്ല എന്നുള്ളതാണ് ഡെലപ്പിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഉള്ളൊരു ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു പ്ലെയറെ മെൻഷൻ ചെയ്യാനുള്ളത് ബെഞ്ചമിൻ സെസ്കോനെ കുറിച്ചിട്ടാണ്. 21 വയസ്സ്, സ്ലൊവേനിയൻ താരം, 6 അടി 5 ഇഞ്ച് പൊക്കമുള്ള ഒരു ഭീകരനാണ്. അപ്പോൾ ആളുടെ ഏറ്റവും വലിയ ആട്രിബ്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയലി വളരെ വളരെ നല്ലൊരു പ്ലെയർ ആണെന്നുള്ളതാണ്. ഹീസ് സോ ടോൾ. അതുപോലെ തന്നെ ബോൾ സ്ട്രൈക്കിംഗ് നല്ല കിടിലൻ ഷൂട്ടിംഗ് ആണ്. പക്ഷേ ലിങ്ക് പ്ലേയും അതുപോലെ തന്നെ ഫിനിഷിംഗ് ഒക്കെ ഇമ്പ്രൂവ് ആവാനുണ്ട്. ഇപ്പോൾ ഈ സീസണിൽ 29 മത്സരങ്ങളിൽ 12 ഗോൾ 5 അസിസ്റ്റും, കഴിഞ്ഞ സീസണിൽ 31 മത്സരങ്ങളിൽ 14 ഗോളും 2 അസിസ്റ്റുമാണ് നേടിയിട്ടുള്ളത്. ഇമ്പ്രൂവ്മെൻറ്റ് ഒത്തിരി വരേണ്ട ഒരു പ്ലെയറാണ്. അപ്പോൾ ഏതാണ്ട് 70 മില്യൺ ജെന്റിൽമെൻ എഗ്രിമെൻറ്റ് ലൈപ്സിഗായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ ക്ലബ്ബുകൾക്ക് വേണമെങ്കിൽ സൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. പിന്നെ നമ്മൾ ആദ്യമേ മെൻഷൻ ചെയ്ത ഒരു പ്ലെയറിനെ കുറിച്ചാണ് അടുത്ത് മെൻഷൻ ചെയ്യാനുള്ളത്. വേറെ ആരുമല്ല, വ്ളാഹോവിച്ചിനെ കുറിച്ചിട്ടാണ്. വ്ളാഹോവിച്ച് എന്താണ് യുവെന്റസിൽ പോയി സംഭവിച്ചത് എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ കഴിഞ്ഞ സീസണിൽ 33 മത്സരങ്ങളിൽ 16 ഗോളും 4 അസിസ്റ്റും നേടിയിരുന്നു. പക്ഷേ ഈ സീസണിൽ 25 മത്സരങ്ങൾ 9 ഗോളും 4 അസിസ്റ്റുമാണ് ഉള്ളൂ. അപ്പോൾ ആളുടെ ഔട്ട്പുട്ടൊന്നും അത്ര സെറ്റപ്പിലല്ല. 25 വയസ്സാണ് ഇപ്പോഴും ആയിട്ടുള്ളൂ. 6 അടി 3 ഇഞ്ച് പൊക്കമുണ്ട്. അപ്പോൾ യുവെന്റസിലേക്ക് പോയ സമയത്തൊക്കെ ആഴ്സണലൊക്കെ ആയിട്ട് ലിങ്ക് ഉണ്ടായിരുന്നൊരു പ്ലെയറാണ്. പക്ഷേ പിന്നീട് എന്തൊക്കെയോ സംഭവിച്ചു, ആ ലെവലിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല. മേ ബി വേറൊരു ക്ലബിലേക്ക് പോയി കഴിഞ്ഞാൽ പഴയ ഫോമിലേക്ക് എത്തിച്ചേർന്നേക്കാം. ഒരിക്കലും അങ്ങനെ എത്തില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സോ അതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ള ചില താരങ്ങൾ. അപ്പോൾ ഏത് ക്ലബിനാണ് ഏത് പ്ലെയറാണ് സൂട്ടാവുക എന്നുള്ള കാര്യം നിങ്ങൾ കമൻ്റായിട്ടിടുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.